ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന ഒരു ഉറപ്പിതാണ്: മനുഷ്യൻ പൂട്ടുന്ന വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കും. മനുഷ്യൻ പൂട്ടുന്ന വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കും. ജീവിതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, പുതുജീവിതത്തിലേക്ക് നയിക്കുന്ന അഭിഷേക വചനമിത വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനം: കർത്താവ് ആത്മാവാണ്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, യേശു സാന്നിധ്യം 33 വർഷത്തോളം മനുഷ്യരുടെ ഇടയിൽ മാനുഷികമായ യേശു സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് ആ യേശു സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെയാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ്. ഈ ലോകം നമ്മളെ പൂട്ടുന്ന എല്ലാ വാതിലുകളെയും തകർത്ത്, തിന്മയുടെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തെ പൂട്ടുന്ന എല്ലാ വാതിലുകളെയും തകർത്ത് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ, സ്വതന്ത്രരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സ്വതന്ത്രരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭൗതികമായി മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും ആത്മീയ അന്ധത മാറ്റി, ഹൃദയത്തിൻ്റെ കാഠിന്യം മാറ്റി, നിരാശ മാറ്റി, തെറ്റായ ചിന്തകൾ മാറ്റി, ഇങ്ങനെയൊക്കെയുള്ള കെട്ടപ്പെട്ട് കിടക്കുന്ന അടിമത്തങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ കയ്യിൽ പിടിച്ചു പോകുമ്പോൾ അവന് നല്ല ധൈര്യമുള്ളതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എല്ലാ അടിമത്തങ്ങളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച് നമ്മളെ ധൈര്യമുള്ളവരാക്കും, നമ്മളെ ശക്തിയുള്ളവരാക്കുന്നതാണ്, അഭിഷേകമുള്ളവരാക്കുന്നതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവർ, ഈ ഒരു വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നെ കെട്ടപ്പെട്ടിരിക്കുന്ന, എൻ്റെ ജീവിതത്തെ കെട്ടിയിരിക്കുന്ന അടിമത്തങ്ങളിൽ നിന്ന്, അത് പാപത്തിൻ്റെ ആകാം, നിരാശയുടേതാകാം, ദുരാശകളുടേതാകാം, ഏതുമായിക്കൊള്ളട്ടെ, എന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് എന്നെ സ്വതന്ത്രമാക്കി. ഈ വചനം ഇന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കും പുതുജീവിതത്തിലേക്കും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്ന ഒരനുഭവം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, ആത്മീയ ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകി പ്രത്യാശയിലേക്കും പുതുജീവിതത്തിലേക്കും എന്നെ കൈപിടിച്ച് നയിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത ഉദ്യമ മേഖലകളെ, പ്രവർത്തന മേഖലകളെ, ആയിരിക്കുന്ന ജീവിത അവസ്ഥകളെ പുതുജീവിതത്തിലേക്കും പ്രത്യാശയിലേക്കും പരിശുദ്ധാത്മാവെ കൈപിടിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും